ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മസന്യാസ യോഗത്തിലെ 7-ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ നോക്കുന്നത്. ഈ 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപിന്ന ലിപ്യതേ. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമുക്കറിയാം അർജുനൻ്റെ ഒരു സംശയം. 1-ാമത്തെ ശ്ലോകം, ജ്ഞാനയോഗമാണോ കർമ്മയോഗമാണോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? താൻ പിന്തുടരേണ്ടത് ഏതിനെയാണ്? സുനിശ്ചിതമായിട്ട് അതങ്ങെനിക്ക് പറഞ്ഞു തരണം എന്ന ഒരഭ്യർത്ഥന. ആ അഭ്യർത്ഥനയോടുകൂടിയാണ് ഈ അധ്യായം സമാരംഭിക്കുന്നത്. അതിനുശേഷം കർമ്മയോഗത്തെക്കുറിച്ചും ജ്ഞാനയോഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ കർമ്മസന്യാസത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ കർമ്മപരിത്യാഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും അതിൻ്റെ രണ്ടിലൂടെ പോകുമ്പോഴും ഫലം ഒന്ന് തന്നെയാണ്. പക്ഷേ ജ്ഞാനമാർഗത്തെക്കാളും അല്ലെങ്കിൽ കർമ്മസന്യാസത്തെക്കാളും കർമ്മയോഗമാണ് കൂടുതൽ വൈശിഷ്ട്യമാർന്നത് എന്ന് പറഞ്ഞു. അത് നല്ലപോലെ സമർത്ഥിക്കുന്ന വിധത്തിലാണ് 6-ാമത്തെ ശ്ലോകം. ആ 6-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൽ പറയുന്നു, സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണ അധിഗച്ഛതി. ഇപ്പോൾ സന്യാസമാകട്ടെ, അല്ലയോ അർജുന മഹാബാഹോ, സന്യാസമാകട്ടെ പ്രാപിക്കാൻ വളരെ പ്രയാസമാണ്. എന്തുകൂടാതെ? കർമ്മയോഗം കൂടാതെ. കർമ്മയോഗം കൂടാതെ സന്യാസത്തെ പ്രാപിക്കുവാൻ വളരെ പ്രയാസമാണ്. കാരണം ജ്ഞാനമാർഗം, ജ്ഞാനം നേടുക എന്നുള്ളത് തന്നെ ആ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് കർമ്മത്തെ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനമാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് കർമ്മത്തിൽ വ്യാപരിച്ചില്ല എങ്കിൽ നേടുന്ന ജ്ഞാനം അർദ്ധശൂന്യമായി മാറും, ഉപയോഗമില്ലാതായി മാറും. എന്തിന് നാം ജ്ഞാനം നേടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുവാൻ ആ ജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രേഷ്ഠമായ വിധത്തിൽ, ശ്രേഷ്ഠമായ സങ്കല്പത്തോടുകൂടി, ശ്രേഷ്ഠമായ ഭാവത്തോടുകൂടി കർമ്മത്തെ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. തിയറി എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടാണ്. അവിടെ ആ തിയറിയിലൂടെ പ്രാക്ടിക്കൽ തലത്തിലേക്ക് നമ്മൾ എത്തിയില്ല എങ്കിൽ ആ തിയറി കൊണ്ട് എന്ത് പ്രയോജനം? പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ പ്രാവർത്തികമായ വിധത്തിൽ ഒരു തിയറിയെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ തിയറി കൊണ്ട് എന്താ ഗുണം? വെറുതെ പഠിച്ച് തലയിൽ കയറ്റി വയ്ക്കാം എന്നുള്ളതല്ലാതെ യാതൊരു ഉപയോഗവും ഇല്ല. അപ്പം നമ്മൾ ജ്ഞാനം നേടണം, പരമമായ തത്വത്തെ, സത്യത്തെ. അതെന്താണ്? അല്ലെങ്കിൽ ജീവിതം എന്താണ്? ഈ ലോകം എന്താണ്? ബ്രഹ്മം എന്താണ്? ഇത്യാദിയുള്ള ആ സത്യത്തെ മനസ്സിലാക്കുവാൻ
നമുക്ക് ജ്ഞാനം അനിവാര്യമാണ്. ജ്ഞാനമാർഗത്തിലൂടെ പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ജ്ഞാനമാർഗത്തിലൂടെ പോകുന്നത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകഹിതത്തിനനുസരിച്ച് ലോകത്തിന് സർവ്വജീവരാശിക്കും നന്മയുണ്ടാവണം എന്ന വിധത്തിൽ ലോകോപകാരാർത്ഥമായിട്ട് കർമ്മത്തെ നിർവഹിക്കുവാനാണ്. അതുകൊണ്ട് കർമ്മയോഗത്തെ കൂടാതെ സന്യാസത്തെ പോലും പ്രാപിക്കുവാൻ അല്ലയോ അർജുന സാധിക്കുകയില്ല. കർമ്മയോഗയുക്തനായിട്ടുള്ള ഒരു മുനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കർമ്മയോഗയുക്തനായിട്ടുള്ള ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ, മോക്ഷത്തെ എത്തിച്ചേരുവാൻ, മുക്തിയെ പ്രാപിക്കുവാൻ, പരമമായ സത്യത്തെ അറിയുവാൻ, പരമമായ തത്വത്തിൽ ലയിക്കുവാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നു. കർമ്മയോഗത്തെ കർമ്മസന്യാസി ഉപയോഗപ്പെടുത്തുമ്പോൾ, കർമ്മയോഗത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ കർമ്മസന്യാസിക്ക് വേഗത്തിൽ ബ്രഹ്മത്തെ അറിയുവാൻ, ബ്രഹ്മത്തിലെത്തുവാൻ, ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ, പരമമായ സത്യത്തെ അറിയുവാൻ, തത്വത്തിൽ ലയിക്കുവാൻ വളരെ വേഗത്തിൽ ചിരേണ അധിഗച്ഛതി വളരെ വേഗത്തിൽ സാധിക്കുന്നു എന്നാണ്. ഇവിടെ 7ാമത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടി ആ കർമ്മസന്യാസം, കർമ്മയോഗം ഇതിനെയൊക്കെ വേണ്ട വിധത്തിൽ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്ലോകമാണ്. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മാ കുർവൻ അപി ന ലിപ്യതേ എന്നാണ്. അപ്പോൾ കർമ്മയോഗിയും വിശുദ്ധനും, വിശുദ്ധചിത്തൻ, ശുദ്ധനായിട്ടുള്ള ശുദ്ധാത്മാവ്, വിശുദ്ധചിത്തൻ. അപ്പോൾ കർമ്മയോഗി അതുപോലെ തന്നെ വിശുദ്ധചിത്തൻ, വിജിതാത്മാ മനോവിജയം നേടിയവൻ, ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചവൻ, സർവഭൂതാത്മാ സർവജീവരാശിയെയും ആത്മതുല്യനായി കാണുന്നവൻ. അതാണ് വളരെ പ്രധാനം. സർവജീവരാശിയെയും ആത്മതുല്യനായി കാണുന്നവൻ. ഞാൻ തന്നെയാണ് ഈ ലോകത്തിൽ ഇക്കാണുന്നതൊക്കെയും ഞാൻ തന്നെയാണ്. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. തോന്നുന്നതാകിൽ അഖിലവും ഞാനെന്ന ആ അറിവ്, അഖിലവും ഞാനാണ് എന്ന ഭാവം തോന്നണം. ഞാനെന്ന ഭാവം തോന്നരുത്. ഞാൻ എന്ന അഹങ്കാര ബുദ്ധി സർവ്വതിനെയും ഇല്ലായ്മ ചെയ്യത്തക്ക വിധത്തിലുള്ള, സർവ്വതിനെയും സംഹരിക്കത്തക്ക വിധത്തിലുള്ള ഞാനെന്ന ആ അഹംബുദ്ധി, രാക്ഷസീയമായ ബുദ്ധി, ആസുരികമായ ബുദ്ധി, അത് പാടില്ല. മറിച്ച് ഞാനെന്ന ഭാവം ആവാം. എങ്ങനെ? സർവ്വതും ഞാനാണ്. ഈ കാണുന്ന ചരാചരങ്ങളായിട്ടുള്ള ഈ ജഗത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഞാൻ തന്നെയാണ്. എന്നിൽ നിന്നും വ്യത്യസ്തമായ ഒന്നുമില്ല. എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനെയും സ്നേഹിക്കാൻ തയ്യാറാവും, എല്ലാത്തിനെയും സംരക്ഷിക്കുവാൻ തയ്യാറാവും. തന്നെ എത്രത്തോളം സംരക്ഷിക്കുന്നു അതേപോലെ സർവ്വതിനെയും സംരക്ഷിക്കുവാനുള്ള ആ വലിയ മഹാത്മ്യമാർന്ന ചിന്ത, പ്രവൃത്തി അതുണ്ടാകും. അങ്ങനെ ഒരുവൻ കുർവൻ അപി കർമ്മം ചെയ്യുന്നു എങ്കിലും ന ലിപ്യതേ അയാൾ ആ കർമ്മത്തിൽ ബന്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി ഒന്ന്
കർമ്മയോഗിയായിരിക്കണം. സമർപ്പണ ഭാവത്തോടുകൂടി ഞാനെന്നോ എൻ്റെയെന്നോ എനിക്കെന്നോ ഇന്നതിനെന്നോ ഭാവമില്ലാതെ കർമ്മം ചെയ്യുവാൻ സാധിക്കണം. വിശുദ്ധ ചിത്തനായിരിക്കണം. മനോജയം നേടിയവനായിരിക്കണം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിരിക്കണം. ജിതേന്ദ്രിയനായിരിക്കണം. സർവഭൂതങ്ങളിലും തന്നെ കാണുന്നവനായിരിക്കണം. സർവഭൂതങ്ങളും സർവജീവരാശിയും തൻ്റെ തന്നെ ഭാഗമാണ്, താൻ തന്നെയാണ്. അദ്വൈതം ആണ്, ദ്വൈതമല്ല, ഏകമാണ് എന്ന ഭാവം ഉണ്ടായിരിക്കണം. അങ്ങനെ ആ വിധത്തിലുള്ള ഭാവത്തോടുകൂടി ഒരു കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ഒരിക്കലും അയാളെ ബന്ധിക്കുന്നില്ല, അയാളെ ഇരുട്ടിലാക്കുന്നില്ല, അയാളെ ദുഃഖാകുലനാക്കുന്നില്ല. അപ്പോൾ കർമ്മം ചെയ്യാം. കർമ്മം ചെയ്യുമ്പോൾ കർമ്മയോഗിക്ക് വിശുദ്ധചിത്തനായിരിക്കണം, മനോവിജയം നേടിയവനായിരിക്കണം, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിരിക്കണം, സർവഭൂതങ്ങളും താൻ തന്നെയാണ് എന്ന വളരെ ശ്രേഷ്ഠമായ ഭാവം ഉണ്ടായിരിക്കണം. ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ വിധത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ന ലിപ്യതേ, കർമ്മത്തിൽ അവർ ബന്ധിക്കപ്പെടുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. നമസ്തേ.